ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം പുറപ്പാട് പുസ്തകം 9 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി പുറപ്പാട് 12-ാം അധ്യായം 14-ാം വാക്യം. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം. യാത്രയ്ക്ക് ഒരുങ്ങിയിരുന്ന ജനമായിരുന്നു ആദ്യത്തെ പെസഹ ആചരിച്ചത്. ദൈവിക വഴിയിൽ സഞ്ചരിക്കുന്നവരെ ദൈവം നാശത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിക്കുന്നു എന്ന ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നു പോകുക എന്നതാണ്. ഇസ്രായേൽ ജനത വിവിധ പെരുന്നാളുകൾ ആചരിച്ചിരുന്നു. പെസഹ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഈ പെരുന്നാളുകളുടെ സമയത്ത് വർഷത്തിൽ 3 പ്രാവശ്യം ഇസ്രായേൽ ജനത ഒന്നിച്ചു കൂടണമെന്ന് മോശ കൽപ്പിച്ചിരുന്നു. ഇതിൽ പ്രധാനമായത് പെസഹ പെരുന്നാളായിരുന്നു. ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പെസഹ പെരുന്നാൾ ആചരിച്ചിരുന്നത്. പെസഹ ഒരു ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മ മാത്രമല്ല, മറിച്ച് ആഴത്തിലുള്ള ആത്മീയ സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നതുമാകുന്നു. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, അടിമത്വത്തിൽ നിന്നുള്ള മോചനം. വാഗ്ദത്ത നാട്ടിലേക്കുള്ള കടന്നുപോക്ക് അഥവാ ഓർമ്മകളുടെ ഒരു വലിയ ആഘോഷമാണ് പെസഹ. കടന്നുപോയ കയ്പുള്ള കാലത്തിൻ്റെ അനുഭവങ്ങൾ, ഇഷ്ടിക കളങ്ങളിലെ അവരുടെ ദുരനുഭവങ്ങൾ, ധൃതിയിലുള്ള പുറപ്പാടിൻ്റെ ഓർമ്മകൾ, ഇവയടങ്ങുന്ന വിഭവങ്ങളായിരുന്നു പെസഹായുടെ തീൻമേശയിൽ ഒരുക്കിയിരുന്നത്. ഇന്നത്തെ വായന ഭാഗത്ത് എപ്രകാരമാണ് പെസഹ ആചരിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കാണുന്നു. അതായത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അവ കാണുവാനായിട്ട് കഴിയുന്നു. പുളിപ്പില്ലാത്ത അഥവാ ദോഷമില്ലാത്ത ആണാട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കുക. സന്ധ്യാസമയത്ത് അതിനെ അറുക്കുക. അതിൻ്റെ രക്തം കട്ടിളയിലും കുറുമ്പടിയിലും പുരട്ടുക. അത് രക്ഷയുടെ അടയാളമാകുന്നു. മാംസം ചുട്ടു തിന്നുക. പുളിപ്പില്ലാത്ത അപ്പം, അത് പാപരഹിതവും ശുദ്ധവുമായ ജീവിതത്തെ സൂചിപ്പിക്കുന്നു. കയ്പുള്ള ഇലകൾ അടിമത്വത്തിൻ്റെ കയ്പിനെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇവ വേഗത്തിൽ കഴിക്കുക. യാത്രയ്ക്കുള്ള പെട്ടെന്നുള്ള തയ്യാറെടുപ്പിനെ ഇവ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഇവ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയും വേണം. ഓർമ്മകൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ ജീവിതത്തിലും ദൈവം വഴി നടത്തിയ വിധങ്ങളെ നമുക്ക് ഓർക്കാം. എന്നാൽ അവയെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുന്നവരായിട്ടല്ല, ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുവാനും ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുവാനും നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, രക്ഷയുടെ അടയാളം. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ഭവനങ്ങൾ കടിഞ്ഞൂൽ സംഹാരകനിൽ നിന്നും വിടുതൽ ലഭിക്കുന്നു. അങ്ങനെ ഒരു ജനതയുടെ മുഴുവൻ വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്ത രക്ഷയുടെ അടയാളമായി ഇവിടെ പെസഹ മാറുകയാണ് ചെയ്യുന്നത്. നിത്യനാശത്തിൽ നിന്നുള്ള സംരക്ഷണത്തിൻ്റെ അടയാളം. ദൈവത്തിൻ്റെ നിത്യന്യായവിധിയിൽ നിന്ന് ഉള്ള രക്ഷയുടെ അനുഭവം. ഈ വലിയ ഓർമ്മയുടെ രക്ഷയുടെ പെരുന്നാളിൻ്റെ പശ്ചാത്തലം യേശു കർത്താവ് തൻ്റെ ജീവിതം കൊണ്ട് പുനരാവിഷ്കരിക്കുമ്പോൾ അത് പുതിയ നിയമത്തിൻ്റെ പെസഹയായി മാറുന്നു. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അരുളി ചെയ്യുമ്പോൾ ഓർമ്മകളുടെ ആഘോഷമായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ രക്ഷയുടെ വലിയ അനുഭവവും അതിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. ഇത്തരത്തിൽ ലോകത്തിൻ്റെ രക്ഷ സാധ്യമാക്കി തീർക്കുന്ന ഈ വലിയ ശുശ്രൂഷയിൽ ദൈവത്തോടൊപ്പം നമുക്കും പങ്കുകാരാകാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇത്തരത്തിൽ സാക്ഷ്യമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു, നന്ദി പറയുന്നു. തുടർന്നും രക്ഷയുടെ വലിയ അനുഭവത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും അതിലൂടെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഇടയാക്കുകയും ചെയ്യണമേ. ആമേൻ.